ലണ്ടനിലെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലുണ്ടായിരുന്ന ഇന്ത്യയുടെ 100 ടൺ സ്വർണ്ണമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ മുംബൈയിൽ എത്തിച്ചിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിലുള്ള ഇന്ത്യയുടെ സ്വർണത്തിൻ്റെ 4 ഭാഗത്തോളമാണ് ഇപ്പോൾ ഇന്ത്യയിൽ എത്തിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. വരും വർഷങ്ങളിൽ കൂടുതൽ സ്വർണം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയിൽ എത്തിക്കുമെന്നാണ് കരുതുന്നത്. രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ശക്തിപ്പെടുന്നു എന്നതിൻ്റെ സൂചനയാണ് റിസർവ് ബാങ്കിൻ്റെ ഈ നീക്കമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. മാർച്ച് മാസമായിരുന്നു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ സ്വർണം ലണ്ടനിൽ നിന്ന് ഇന്ത്യയിൽ എത്തിച്ചത്. മാസങ്ങൾ നീണ്ട പ്ലാനിങ്ങിന് ശേഷമായിരുന്നു സ്വർണം ഇന്ത്യയിൽ എത്തിച്ചത്. ധനകാര്യ മന്ത്രാലയം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ വിവിധ ഏജൻസികൾ എന്നിവ സംയുക്തമായാണ് ഈ സ്വർണം ഇന്ത്യയിൽ എത്തിച്ചത്. പ്രത്യേക വിമാനത്തിലായിരുന്നു ലണ്ടനിൽ നിന്ന് സ്വർണം മുംബൈയിലെത്തിയത്. സ്വർണം എത്തിക്കുന്നതിനായി ചില ഇളവുകൾ കേന്ദ്ര സർക്കാർ നൽകിയിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കസ്റ്റംസ് തീരുവ ഒഴിവാക്കി നൽകുക എന്നതായിരുന്നു. വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് സ്വർണം ഇറക്കുമതി ചെയ്യുമ്പോൾ കസ്റ്റംസ് തീരുവ നൽകേണ്ടതുണ്ട്. എന്നാൽ രാജ്യത്തിൻ്റെ സ്വത്ത് എന്ന് കണക്കിലെടുത്തുകൊണ്ട് ഈ സ്വർണത്തിന് പൂർണ്ണമായും കസ്റ്റംസ് തീരുവ ഇളവ് നൽകി. അതേസമയം ഇറക്കുമതി ചെയ്യുന്ന സ്വർണത്തിന് ഏർപ്പെടുന്ന GST ഈടാക്കുകയും ചെയ്തു. GST വരുമാനം സംസ്ഥാനങ്ങളുമായി പങ്കുവയ്ക്കേണ്ടതിലുള്ളതിനാലാണ് സ്വർണത്തിന് GST ഈടാക്കിയതെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിശദീകരണം. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പക്കൽ 822.1 ടൺ സ്വർണമുണ്ട്. ഇതിൽ 413.8 ടൺ സ്വർണം വിദേശ രാജ്യങ്ങളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ലോക്കറുകളിൽ 103.8 ടൺ സ്വർണം മാത്രമാണ് സൂക്ഷിച്ചിരിക്കുന്നത്. നിലവിൽ വിദേശ രാജ്യങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്വർണത്തിൻ്റെ 100 ടണ്ണാണ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് മടക്കി കൊണ്ടുവന്നിരിക്കുന്ന സ്വർണം മുംബൈയിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ കെട്ടിടത്തിലെ ലോക്കറിലും നാഗ്പൂരിലുമാണ് സൂക്ഷിച്ചിരിക്കുന്നത്. 1991 സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിനായി അന്നത്തെ ചന്ദ്രശേഖർ സർക്കാർ സ്വർണം പണയം വച്ചിരുന്നു. എന്നാൽ പിന്നീട് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു. ഇതേ തുടർന്ന് ഇന്ത്യ സ്വർണം വാങ്ങി ശേഖരിക്കാൻ തുടങ്ങി. 15 വർഷങ്ങൾക്ക് മുമ്പ് IMF-ൽ നിന്ന് 200 ടൺ സ്വർണമാണ് ഇന്ത്യ വാങ്ങിയത്. പിന്നീട് ഓരോ വർഷവും ഇന്ത്യ സ്വർണം പണം നൽകി വാങ്ങാൻ തുടങ്ങി. ഈ സ്വർണം ഭൂരിഭാഗവും സൂക്ഷിച്ചിരുന്നത് വിദേശത്തെ ബാങ്ക് ലോക്കറുകളിലായിരുന്നു.